ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സ്വന്തം ചാറ്റ് ജി പി ടിനെ കുറിച്ചിട്ടാണ്. ശരിക്കും ചാറ്റ് ജി പി ടിനെ കുറിച്ച് പറയുമ്പോൾ AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളൊരു കാറ്റഗറിയിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ടൂളാണ് ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും AI എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരുന്നതും ചാറ്റ് ജി പി ടി ആണ്. എന്താ ശരിക്കും ചാറ്റ് ജി പി ടി? ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെഷീൻ ലേണിംഗ് മോഡലായിട്ടുള്ള ലാർജ് ലാംഗ്വേജ് മോഡൽ അല്ലെങ്കിൽ LLM ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടൂളാണ് ആക്ച്വലി ചാറ്റ് ജി പി ടി. ഒരു ടെക്സ്റ്റ് ജനറേഷൻ, ഇമേജ് ഒക്കെ ജനറേറ്റ് ചെയ്യാൻ ക്യാപ്പബിലിറ്റി ഉള്ള ഒരു ടൂളാണ്. ഇതിൻ്റെ ബാക്കെൻഡിൽ ശരിക്ക് ഒരു വലിയ ലാർജ് ലാംഗ്വേജ് മോഡൽ അല്ലെങ്കിൽ വലിയ ഡാറ്റ ഇതിൻ്റെ പുറമെ ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ബേസിലാണ് നമുക്ക് അടിപൊളിയായിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ തരുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ്. പക്ഷേ ഇപ്പുറത്തേക്ക് നമ്മളൊക്കെ നേരിട്ട് കാണുന്നൊരു സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു വെർച്വൽ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആണ് ആക്ച്വലി ചാറ്റ് ജി പി ടി എന്ന് നമുക്ക് പറയാം. നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഹെൽപ്പ് ചോദിക്കാം, റൈറ്റപ്സ് എഴുതാൻ വേണ്ടി പറയാം, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ്സ് എഴുതാൻ പറയാം. നമ്മളുടെ ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് നമ്മൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി ടൂളാണ്, ഒരു AI ടൂളാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ടൂളാണ് ആക്ച്വലി ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത്. സോ എന്താണ് ചാറ്റ് ജി പി ടി എന്നുള്ളൊരു കാര്യം, ഒരു ഓവറോൾ ഐഡിയ നമുക്ക് ഉള്ളതാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 5 ടിപ്സാണ് ദാറ്റ് വിൽ മേക്ക് യു എ ബെറ്റർ ചാറ്റ് ജി പി ടി യൂസർ. ഐ ആം സോ എക്സൈറ്റഡ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് 2 കാര്യങ്ങൾ മെൻഷൻ ചെയ്യാനുള്ളത്. ഒന്ന്, നിങ്ങൾ ഈ ഒരു മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് ചാറ്റ് ജി പി ടി എന്നുള്ളത് നിങ്ങളുടെ ഒരു വെർച്വൽ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആണ്. നിങ്ങളുടെ ടാസ്ക്സിൽ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു വെർച്വൽ അസിസ്റ്റൻ്റ് ആണ് എന്നുള്ള മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുക. ദാറ്റ് ഈസ് വീഡിയോ ത്രൂ ഔട്ട് നമ്മൾ ചാറ്റ് ജി പി ടി എങ്ങനെ എഫക്റ്റീവ്ലി യൂസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അവിടേക്ക് ഈ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു പേഴ്സണൽ അസിസ്റ്റൻ്റ് ആണ് ചാറ്റ് ജി പി ടി എന്നുള്ളതാണ്. സോ ആ കാര്യം നിങ്ങൾ സെറ്റ് ചെയ്യുക. ദെൻ സെക്കൻഡ് വൺ, ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു സർപ്രൈസ് ആഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അടിപൊളി ടൂൾ അഡീഷണലി നിങ്ങൾക്കൊരു പ്രോ ടിപ്പായിട്ട് തരുന്നുണ്ടായിരിക്കും. അത് ഈ ഒരു 5 ടിപ്സിൻ്റെ ഇടയിൽ എവിടെ വേണമെങ്കിലും പറയാം. സോ വീഡിയോ ത്രൂ ഔട്ട് വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതും എൻഷുർ ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് എങ്ങനെയാണ് നമുക്ക് ചാറ്റ് ജി പി ടി അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക? ശരിക്കും നമുക്കറിയാം, ഇതൊരു ലാർജ് ലാംഗ്വേജ് മോഡലായിട്ടുള്ള ടൂളാണ്. ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് ഡാറ്റ ഉണ്ട്. സോ നമ്മൾ എത്ര അടിപൊളിയായിട്ടാണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അത്ര അടിപൊളിയായിട്ടാണ് നമുക്ക് ആൻസർ കിട്ടുക. സ്ക്രീനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചോദിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് അല്ലേ? അതിന് നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ അവിടെ ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പ്രോംപ്റ്റിംഗ് എന്ന് പറയാം. നമ്മളിവിടെ എന്താണോ ടൈപ്പ് ചെയ്ത് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് അതിന് നമുക്ക് പ്രോംപ്റ്റിംഗ് എന്ന് പറയാം. ഈ പ്രോംപ്റ്റിംഗ് എത്ര അടിപൊളിയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും ഈ ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ഏതൊരു AI ടൂള് തരുന്ന റിസൾട്ടും. സോ പ്രോംപ്റ്റിംഗ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നുള്ള വലിയ കാറ്റഗറി വരെ ഉണ്ട്. എങ്ങനെ നമ്മളൊരു ബേസിക് ആയിട്ട് പ്രോംപ്റ്റിങ്ങിനെ മനസ്സിലാക്കാം, അത് അടിപൊളിയായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ഫ്രെയിം വർക്കാണ്. ദാറ്റ് ഇസ് RTF. R for role, T for task and F for format. നമുക്ക് അടിപൊളിയായിട്ട് മനസ്സിലാക്കാം. സ്ക്രീനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കിവിടെ ഈ ഒരു യൂട്യൂബ് വീഡിയോൻ്റെ സ്ക്രിപ്റ്റാണ് എനിക്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. സോ ഞാനിവിടെ റോൾ എഴുതുന്നു, ആക്ട് ആസ് എ യൂട്യൂബ് വീഡിയോ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് ഞാൻ പറഞ്ഞു. ഒരു യൂട്യൂബ് വീഡിയോ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ ഇനി ചാറ്റ് ജി പി ടിൻ്റെ ആൻസേഴ്സ് ഉണ്ടായിരിക്കും ഒരു യൂട്യൂബ് വീഡിയോ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എക്സ്പേർട്ട് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടായിരിക്കും. രണ്ടാമതായിട്ട് ടാസ്ക്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എത്രത്തോളം ഇൻഫോർമേഷൻ ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യുന്നോ അത്രത്തോളം അടിപൊളിയായിട്ടായിരിക്കും നിങ്ങളുടെ ആൻസർ വരിക. എത്രത്തോളം മൈന്യൂട്ടായിട്ട് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം അടിപൊളിയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസേഴ്സ്. ഞാൻ അതിന് എക്സാമ്പിളൊക്കെ കാണിച്ചു തരാം. ടാസ്ക് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്യുന്നു, റൈറ്റ് a YouTube video script on 5 tips to become a better chat GPT user. സോ ഇത്രയാണല്ലോ ആക്ച്വലി കൊടുക്കേണ്ടത്. പക്ഷേ ഞാനിവിടെ ആഡ് ചെയ്യുന്നു, ദിസ് വീഡിയോ ലെങ്ത് വിൽ ബി 15 minutes ആൻഡ് ദ ടോൺ would be casual. സോ ഞാൻ ഈ വീഡിയോൻ്റെ ടോണും എത്രയാണ് ഡ്യൂറേഷൻ എന്നുള്ളതും ആഡ് ചെയ്തു. സോ കുറച്ചുകൂടി മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും അടിപൊളിയായിരിക്കും. സോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു ടാസ്ക് എന്നുള്ളിടത്ത് നിങ്ങളുടെ ടാസ്ക്, നിങ്ങളിലേക്ക് ചാറ്റ് ജി പി ടി കൊടുക്കുന്ന ടാസ്ക് എന്താണോ അതിൽ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള മാക്സിമം ഇൻപുട്സ് ഇതിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻസർ അത്രയും അടിപൊളിയായിരിക്കും. ദെൻ ലാസ്റ്റ് RTF, F for format. ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്നു, റൈറ്റ് ദിസ് ഇൻ എ ബുള്ളറ്റ് പോയിന്റ് ഫോർമാറ്റ്. ഞാൻ എൻ്റർ ചെയ്യുന്നു,
സോ ഇവിടെ ഈ ഒരു ഹോൾ സ്ക്രിപ്റ്റ് എനിക്ക് ബുള്ളറ്റ് പോയിൻറ്റ് ഫോർമാറ്റിലായിട്ട് അടിപൊളിയായിട്ട് എനിക്ക് കിട്ടുന്നു. ഞാൻ എത്രത്തോളം ഡീറ്റെയിൽസ് കൊടുക്കുമോ അത്രയും അടിപൊളിയായിട്ട് എനിക്ക് കിട്ടും. ഈ RTF എന്നുള്ളത് യൂട്യൂബ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് മാത്രമല്ല, ഏത് കാര്യത്തിനും വേണമെങ്കിലും നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊരു എൻ്റെ ഫിനാൻസ് ഡാറ്റ അനലൈസ് ചെയ്യണം, എന്താവശ്യത്തിനാണെന്നുണ്ടെങ്കിലും ഏത് ആവശ്യത്തിന് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു RTF അവിടെ അവരുടെ അല്ലെങ്കിൽ ChatGPTൻ്റെ റോൾ എന്താണ്, നമുക്ക് ആവശ്യമുള്ള ടാസ്ക് എന്താണ്, ആൻഡ് ഏത് ഫോർമാറ്റിലാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. സോ ദാറ്റ് വാസ് ടിപ്പ് നമ്പർ 1. ടിപ്പ് നമ്പർ 2, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സർപ്രൈസ് ഉള്ളത്. ആക്ച്വലി ഇങ്ങനെയൊന്നും പ്രോംപ്റ്റ് ചെയ്യണ്ട. നമുക്ക് അത്രയും ഭയങ്കരമായിട്ട് പ്രോംപ്റ്റ് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചെയ്യുന്നതിന് പകരം എന്തെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് ഉണ്ടോ? യെസ്, ദാറ്റ് ഈസ് പ്രോംപ്റ്റ് പെർഫെക്റ്റ് ടൂൾ. നിങ്ങൾ കൊടുക്കുന്ന പ്രോംപ്റ്റിനെ കുറച്ചുകൂടി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട്, ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു ടൂളാണ് ആക്ച്വലി പ്രോംപ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഞാനിവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോർമൽ നിങ്ങൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, റൈറ്റ് യൂട്യൂബ് വീഡിയോ സ്ക്രിപ്റ്റ് ഓൺ 5 ടിപ്സ് ടു ബിക്കം എ ബെറ്റർ ChatGPT യൂസർ എന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ അനലൈസ് ചെയ്തുകൊണ്ട്, അതിനെ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് നമുക്കൊരു റിവൈസ്ഡ് വേർഷൻ നമുക്ക് കിട്ടും. ആ പ്രോംപ്റ്റ് നമുക്ക് ChatGPTയിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ഇത് നമുക്ക് ഈ പ്രോംപ്റ്റ് പെർഫെക്റ്റ് എന്നുള്ളത് ChatGPTക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ChatGPTക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല, മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിലേക്ക്, അല്ലെങ്കിൽ വെദർ ഇറ്റ് ഈസ് ഐഡിയോഗ്രാം, ലിയോനാർഡോ, ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും പ്രോംപ്റ്റിങ്ങിൻ്റെ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഈ ഒരു പ്രോംപ്റ്റ് പെർഫെക്റ്റ് എന്നുള്ളത്. സോ ദാറ്റ് വാസ് ടിപ്പ് നമ്പർ 2. ടിപ്പ് നമ്പർ 3, നമ്മൾ മലയാളികൾക്ക് പൊതുവേ ഉള്ളതാണ്, ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഇംഗ്ലീഷിൽ മിസ്റ്റേക്സ് വരാനുള്ള ചാൻസ് ഉണ്ടോ, ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്ക് എപ്പോഴും സംശയമുള്ളൊരു കാര്യമാണ്. എനിക്കും അല്ലെങ്കിൽ എല്ലാവർക്കും സംശയം വരാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ്. ആ ഒരു പ്രോബ്ലം ഫുള്ളി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ChatGPT യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ പുതിയൊരു ചാറ്റ് ഓപ്പൺ ആക്കുന്നു. ഇവിടെ ഒരു പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ദറ്റ് ചാറ്റ് ഇസ് ഡെഡിക്കേറ്റഡ് ടു കറക്റ്റ് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഇൻ ദ സെൻറ്റൻസസ് ഐ പ്രൊവൈഡ്. കീപ് ദ സെയിം ടോൺ, സ്റ്റൈൽ ആൻഡ് ലാംഗ്വേജ് ഓൾവേസ് ആൻഡ് കീപ്പ് ഇറ്റ് ഹ്യൂമനൈസ്ഡ്. ഈ ഒരു ചാറ്റിലേക്ക് ഞാൻ പേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുടെ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യണം. ഞാൻ എങ്ങനെയാണോ ടൈപ്പ് ചെയ്ത് ആ ഒരു സെയിം ടോണും സ്റ്റൈലൊക്കെ കീപ്പ് ചെയ്താൽ മതി. ഹ്യൂമനൈസ്ഡ് ആയിട്ട് അത് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ChatGPT ഗോട്ട് ഇറ്റ് എന്നുള്ള കാര്യം പറയും. ഓക്കെ, അത് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു റിവൈസ്ഡ് വേർഷൻ തരും. ഫോർ എക്സാമ്പിൾ, ഐ ഷോട്ട് മൈ 3 യൂട്യൂബ് വീഡിയോസ് ഫോർ മൈ പേഴ്സണൽ ചാനൽ എന്ന് നോർമലി ഞാൻ ടൈപ്പ് ചെയ്തു. അത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്തിട്ട് നമുക്കൊരു വേർഷൻ തരും. ഐ ഷോട്ട് 3 യൂട്യൂബ് വീഡിയോസ് ഫോർ മൈ പേഴ്സണൽ ചാനൽ. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് ഏത് സെൻറ്റൻസിലെയും മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാനായിട്ട് ChatGPTനെ യൂസ് ചെയ്യാം. അതിന് സിംപ്ലി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ചാറ്റ് ഫുള്ളി ആ രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇംഗ്ലീഷ് പ്രോബ്ലം നിങ്ങൾക്ക് അങ്ങനെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് വാസ് ടിപ്പ് നമ്പർ 3. ആൻഡ് ടിപ്പ് നമ്പർ 4, നമുക്ക് ഡോക്യുമെൻറ്റ്സ് ആക്ച്വലി ChatGPTയിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ കമ്പനീൻ്റെ ഒരു ഫിനാൻഷ്യൽ ഡാറ്റ, റിയൽ ക്രിയേറ്റേഴ്സിൻ്റെ ഫിനാൻഷ്യൽ ഡാറ്റ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ പറയുന്നു, സോ ദിസ് വാസ് ദിസ് മന്ത്സ് ഫിനാൻഷ്യൽ ഡാറ്റ, എന്നിട്ട് എൻ്റെ ഫിനാൻസ് നെക്സ്റ്റ് മന്തിലേക്ക് സ്ട്രാറ്റജൈസ് ചെയ്യണം. സോ ആക്ട് ആസ് എ ഫിനാൻസ് സ്ട്രാറ്റജിസ്റ്റ് ആൻഡ് ഈ ഒരു ഫിനാൻസ് ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണം, എങ്ങനെയൊക്കെ ഫിനാൻസിനെ ബഡ്ജറ്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോക്യുമെൻ്റ് അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള സ്ട്രാറ്റജീസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് തരും. ഫോർ എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിവിടെ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുന്നു. ഈ ഇമേജ് ആക്ച്വലി ഒരു വെബിനാറിൻ്റെ പോസ്റ്ററാണ്. എനിക്കിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വേണമെന്ന് വിചാരിക്കാം. റൈറ്റ് ഇൻസ്റ്റാഗ്രാം ഡിസ്ക്രിപ്ഷൻ ഫോർ ദിസ് വെബിനാർ ഡിസൈൻ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിസൈൻ അനലൈസ് ചെയ്തുകൊണ്ട് അതിലുള്ള ഡേറ്റ്, ടൈം, കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്കൊരു പ്രോപ്പർ ഡിസ്ക്രിപ്ഷൻ തരും. സോ നമുക്ക് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്തുകൊണ്ട് ChatGPT എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. ഇത് മേ ബി പലരും ഓൾറെഡി ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്പർ 5, ഇത് ജിം ബോയ്സിനും അല്ലെങ്കിൽ ഹെൽത്തൊക്കെ നോക്കുന്നവർക്ക് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, അല്ലെങ്കിൽ ഞാൻ ആ ഒരു കാറ്റഗറി എക്സാമ്പിളായിട്ട് പറയുന്ന ഒന്നാണ്. ദാറ്റ് ഈസ്, ഫോർ എക്സാമ്പിൾ, എനിക്കൊരു ഡയറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്യണം. എനിക്ക് ChatGPTനോട് പറയാം, ഐ വാണ്ടഡ് ടു ക്രിയേറ്റ് എ ഡയറ്റ് പ്ലാൻ ഫോർ മൈസെൽഫ്, സോ ആസ്ക് മീ റിക്വയർഡ് ഡീറ്റെയിൽസ്.
ചാറ്റ് ജി പി ടിനോട് നമ്മളോട് എന്തൊക്കെയാണ് ഇതിലേക്ക് ആവശ്യം എന്നുള്ള കാര്യം നമുക്ക് ചോദിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞ കറക്റ്റാണെന്ന് വിചാരിക്കുന്നു. അതായത് ചാറ്റ് ജി പി ടിക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ നമ്മുടെ അടുത്ത് നിന്ന് വേണമെന്നുള്ളത് നമുക്ക് ചാറ്റ് ജി പി ടിനോട് തന്നെ ചോദിക്കാം. അപ്പോൾ ചാറ്റ് ജി പി ടി പറയും, ഓക്കെ ഇന്ന ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് ഫില്ല് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഞാൻ നിനക്കുള്ള ഡയറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്ത് തരാം. സോ ഇവിടെ നമ്മുടെ പ്രൈമറി ഗോൾ എന്താണ്, നമുക്ക് എന്തെങ്കിലും ഡയറ്ററി റെസ്ട്രിക്ഷൻസ് ഉണ്ടോ, ഡെയിലി ഷെഡ്യൂൾ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ഈ ഡീറ്റെയിൽസ് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആപ്റ്റായിട്ടുള്ളൊരു ഡയറ്റ് പ്ലാൻ അവിടെ പ്രിപ്പയർ ചെയ്യുന്നു. അല്ലെങ്കിൽ വേറെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് ഒരു കമ്പനീൻ്റെ ഫിനാൻസ് ഡാറ്റ അല്ലെങ്കിൽ ഫിനാൻസ് സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യണം. ഞാൻ ചാറ്റ് ജി പി ടിനോട് ചോദിക്കുന്നു, ഓക്കെ എനിക്കൊരു കമ്പനീൻ്റെ ഫിനാൻഷ്യൽ സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ ഫൈനാൻസ് സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യണം, ഇതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് ചാറ്റ് ജി പി ടിയോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള ആൻസർ നമുക്ക് ആ രീതിയിൽ തരുന്നുണ്ടായിരിക്കും. സോ ഈ രീതിയിൽ നമ്മളോട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ആവശ്യം എന്നുള്ള കാര്യം നമുക്ക് ചാറ്റ് ജി പി ടിനോട് ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുകയും അത് ഫില്ല് ചെയ്ത് കൊടുത്തുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനും ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാം. സോ ദാറ്റ് വാസ് ടിപ്പ് നമ്പർ 5. ചാറ്റ് ജി പി ടിനെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് നിങ്ങൾ ഉറപ്പായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ടായിരിക്കും. മനസ്സിലാക്കുക, ചാറ്റ് ജി പി ടി എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുപോലെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പർപ്പസിന് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തുകൊണ്ട് ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു AI എന്നുള്ള റെവല്യൂഷണറി മൂവ്മെൻറ്റിൽ എന്തായാലും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ടൂളാണ് ചാറ്റ് ജി പി ടി. അതിൽ മാസ്റ്റർ ചെയ്യാനായിട്ട് ഈ വീഡിയോ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്. സോ ദാറ്റ് വാസ് ടുഡേയ്സ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. ഈ ഒരു AI മൂവ്മെൻറ്റിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് ഉറപ്പായിട്ടും ചാറ്റ് ജി പി ടിനെ കുറച്ചുകൂടി അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഉറപ്പായിട്ടും അവരെയും ഈ വീഡിയോ ഹെൽപ്പ് ചെയ്യും. Make sure you are subscribed. We'll see you in the next video. Thank you so much.